വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. ഇന്ന് ഒരു കുറച്ചൊക്കെ പഴക്കം ചെന്നൊരു പുസ്തകത്തെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഗെയിംസ് പീപ്പിൾ പ്ലേ. എറിക് ബൺ എഴുതിയ പുസ്തകമാണ്. എറിക് ബൺ 1960 കാലഘട്ടങ്ങളിൽ എഴുതിയ ഒരു പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. MBA ഒക്കെ പഠിച്ച സമയത്ത് ഈ പുസ്തകത്തിൽ ധാരാളം കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. വായിച്ചു വന്നപ്പോൾ ഈ പുസ്തകം വളരെ നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ പരാമർശിക്കാനായിട്ട് പോകുന്നത്. സൈക്കോളജി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഒരു യഥാർത്ഥ ടൈറ്റിലായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ ബന്ധങ്ങൾ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയാണ്, അതിന്റെ മനഃശാസ്ത്രം എന്താണെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ബിഹേവിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിന്റെ ഒക്കെയും ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു അൾട്ടീരിയർ ആയിട്ടുള്ള മോട്ടീവ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷൻസും ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസും റിലേഷൻസും എല്ലാം ഒരു അൾട്ടീരിയർ മോട്ടീവോട് കൂടിയാണ് നാം അത് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ അൾട്ടീരിയർ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, അവിടെ മാറ്റം വരുത്തിയാൽ മാത്രമേ നമ്മുടെ ജീവിതം നന്നാക്കുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഈ ബിഹേവിയറും ഈ പാറ്റേൺസും മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഡിസൈൻ ഒന്നാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, ഇന്ററാക്ഷൻസും അതെല്ലാം മാറ്റുവാനായിട്ട്, നന്നാക്കുവാനായിട്ട് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പുസ്തകത്തിൽ കുറെ ഗെയിമുകളാണ് പറയുന്നത്. കുറെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് നാം ഉപയോഗിക്കുന്നത്. ഈ ബന്ധങ്ങൾ കേടാകാനും നന്നാകാനും ഈ അൾട്ടീരിയർ മോട്ടീവ്സിന്റെ മാനിഫെസ്റ്റേഷൻ ഇടയാക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറെ ഗെയിംസ് ഉണ്ട്. ഇൻഡിഗാന, ആൽക്കഹോളിക് കിക്ക് ഓഫ് എന്ന് പറയുന്ന ഒരു പല തലങ്ങളിലുള്ള ലൈഫ്, മാരിറ്റൽ റിലേഷൻഷിപ്പ്, സെക്ഷൽ, പാർട്ടി, കൺസൾട്ടിങ്, കൂട്ടാണ് കുറെ മേഖലയിലുള്ള കുറെ ഗെയിംസ് ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഗെയിംസിലൂടെ മനുഷ്യന്റെ ബന്ധങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ഒരു കാര്യത്തിന് നാം ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാകും. ഒരാൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് ചിലപ്പോൾ റെക്കഗ്നിഷന് വേണ്ടിയായിരിക്കാം, സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് നാം അത് ചെയ്യുന്നത്. പക്ഷെ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ യഥാർത്ഥം നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ നമുക്ക് നന്നാക്കുവാനും സാധിക്കും. മനുഷ്യന് 3 തരത്തിലുള്ള ഈഗോ ഉണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. അഡൾട്ട് ഈഗോ, പേരന്റ് ഈഗോ, ചൈൽഡ് ഈഗോ. അപ്പോൾ ഈ 3 ഈഗോയെ നാം മനസ്സിലാക്കുക. ഇന്ററാക്ഷൻ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡൾട്ട് ഈഗോ എന്ന് പറയുന്നത് റാഷണൽ ആയിട്ടുള്ള, ലോജിക് ആയിട്ടുള്ള ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള ചിന്താഗതി അഡൾട്ട് എന്ന് പറയുന്നത്. പേരന്റ് ഈഗോ എന്ന് പറയുന്നത് ഒരു പേരന്റ് സാധാരണ കുട്ടികളെ കാര്യങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ അത്തരം അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നാം പേരന്റ്സിൽ നിന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള, അവർ നമ്മെ അടിച്ചേൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകുന്ന ഒരു ഈഗോ ആണ് പേരന്റ് ഈഗോ എന്ന് പറയുന്നത്. ചൈൽഡ് ഈഗോ എന്ന് പറയുന്നത് വളരെ സ്വസിദ്ധമായി നമുക്കുള്ളതാണ്, ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ വികാരം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നതാണ് ചൈൽഡ് ഈഗോ എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഒരു റിബലിയസ് ആയിട്ടുള്ള, ചൈൽഡിഷ് ആയിട്ടുള്ളതാകാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പേരന്റ്, അഡൾട്ട്, പേരന്റ്, ചൈൽഡ് ഈഗോ. ഈ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 തരത്തിലുള്ള ഈഗോസ് ഉണ്ട്. അപ്പോൾ അഡൾട്ട് ഈഗോയും ചൈൽഡ് ഈഗോയും തമ്മിൽ ഇന്ററാക്ട് ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. എപ്പോഴും 2 അഡൾട്ട് ഈഗോ ആണെങ്കിൽ നമുക്ക് ഇന്ററാക്ഷൻസ് സ്മൂത്ത് ആക്കുവാൻ സാധിക്കും. നാം മനസ്സിലാക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ മറ്റവരായിട്ട് മറ്റേയാളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഇന്ററാക്ഷൻ സ്ട്രോങ് ആകാൻ സാധിക്കും. പക്ഷേ ഈ ക്രോസ് ഇന്ററാക്ഷൻസ്, അഡൾട്ട് ചൈൽഡ് ആയിട്ടോ, അഡൾട്ട് പേരന്റ് ആയിട്ടോ, അല്ലെങ്കിൽ ചൈൽഡ് അഡൾട്ട് ആയിട്ടോ, ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ നമുക്ക് ധാരാളം ഇൻഡസ്ട്രിയിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നാം അങ്ങനെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചിന്തിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് നന്നാക്കുവാൻ സാധിക്കും. ഈ പല പഠനങ്ങളിലും കാണുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് അത് ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യുവാനും ഒപ്പം തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാനും ലീഡർഷിപ്പ് പൊസിഷൻസ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ കോഴ്സ് ചെയ്യാം. TA എന്നാണ് പറയുന്നത്. ആ കോഴ്സ് ചെയ്യുക. ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ ഏത് തരത്തിലുള്ള പേഴ്സണാലിറ്റിയാണ്, ഞാൻ എങ്ങനെയാണ്, എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു കാര്യത്തെ മനസ്സിലാക്കുക. ഒരു അഡൾട്ടായിട്ടുള്ള, റാഷണലായി ചിന്തിച്ചുകൊണ്ട്, യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട്, ലോജിക്കലായി ചിന്തിച്ചുകൊണ്ട് നമുക്ക് പെരുമാറാൻ സാധിക്കുമെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ആളുകളും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഓഫീസിലെ റിലേഷൻഷിപ്സ്, ഇതെല്ലാം നന്നാക്കുവാനും ഒത്തിരി മെച്ചപ്പെടുത്തുവാനും ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ് ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറിക് ബൺ വളരെ നല്ലൊരു മാനേജ്മെന്റ് വിദഗ്ധനാണ്. ഈ TA എന്ന് പറയുന്ന ആശയം ഇപ്പോഴും വളരെ സജീവമായി പ്രയോഗിക്കുന്നതാണ്. എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു വളരെ അരകന്റും വളരെ ദേഷ്യപ്പെടുന്നതും ചൂടനുമായിട്ടുള്ള ഒരാൾ ഈ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ കോഴ്സിൽ പോയ ശേഷം
പിന്നെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് മാറ്റം വരികയാണ്. അദ്ദേഹം തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇതുവരെ താൻ ചെയ്തത് തന്റെ അഡൾട്ട് ഈഗോ അല്ലായിരുന്നു, പേരന്റ് ഈഗോ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം, സമാധാനം ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും വളരെ ബ്യൂട്ടിഫുൾ ആ ലൈഫ് നയിക്കാൻ അദ്ദേഹത്തിന് ഇടയാക്കുകയും ചെയ്തു. അപ്പൊ ഇത് മനസ്സിലാക്കുക, നമ്മൾ ഏത് യുഗമാണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് നമ്മളുടെ അൾട്ടീരിയർ മോട്ടീവ്, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അൾട്ടീരിയർ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആകാം, സൊസൈറ്റൽ പ്രഷർ ആകാം, അല്ലെങ്കിൽ പേരൻസ് പഠിപ്പിച്ചതാകാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം മാറി ഒരു ഓട്ടോണമി ഉണ്ടാക്കുക, ഫ്രീഡം ഫ്രം സൊസൈറ്റി ആൻഡ് ഫ്രീഡം ഫ്രം പേരൻസ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ഓട്ടോണമി, സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആണ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥയിലേക്ക് വരുവാനായിട്ട് ഈ പുസ്തകം ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.